ഹായ് വെൽക്കം ടു എജോബ്സ് ലേണിംഗ്. 2026 ഫെബ്രുവരിയിൽ ഇതുവരെ കേട്ടിട്ട് നേടാത്ത സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് ഒരു സ്പെഷ്യൽ എക്സാം നടത്തുന്നു എന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ ആശങ്കയിൽ നിൽക്കുമ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഏറെ സന്തോഷം നിറക്കുന്നതായിരിക്കും. കാരണം ഒരു എക്സാം എഴുതി കേട്ടിട്ട് പാസ്സാവുക എന്നുള്ളത് എല്ലാവരും കൊതിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നേരത്താണ് നാം ഒക്കെ ഉള്ളത്. അപ്പോൾ എങ്കിലും പലർക്കും ഒരു ആശങ്കയുണ്ടാവും, എങ്ങനെയാണ് ഇത് നേടിയെടുക്കുക? വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നമ്മളൊക്കെ കേട്ടിട്ട് അതുപോലെ തന്നെ UPSC ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന സമയത്ത് നമ്മളുടെ പഠനത്തിൻ്റെ ആ ഒരു യാത്ര അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, എന്നേക്കാൾ കൂടുതൽ ടീച്ചേഴ്സായി നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പഠിക്കേണ്ടത്. കുട്ടികളോട് നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ പഠിക്കണം, അതല്ലെങ്കിൽ ഇത്ര സമയമെടുത്ത് പഠിക്കണം, ഏത് സമയങ്ങളിൽ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ അവരെ ഒരുപാട് ഉപദേശിക്കുന്നവരായിരിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എത്ര യുക്തിപരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തയ്യാറെടുക്കുന്നത് എങ്ങനെയായിരിക്കും. ഫെബ്രുവരിയിലേക്ക് നമുക്കുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകിക്കാനുള്ള നേരമില്ല. സ്റ്റാർട്ട് ഫ്രം നൗ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഒരു നിമിഷം പോലും വൈകിക്കേണ്ടതില്ല. നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഫെബ്രുവരി ആയാൽ ഉറപ്പായിട്ടും കേട്ടിട്ട് നേടിയിട്ടേ ഞാൻ എൻ്റെ പുസ്തകം താഴെ വെക്കൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ ഇപ്പോൾ എടുക്കുക. ആ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. കാരണം പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ പിന്നീടാക്കാം അല്ലെ നാളെ തുടങ്ങാം എന്നുള്ള നമ്മുടെ ചിന്താഗതി തീർച്ചയായും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾ പഠനം ആരംഭിച്ചു തുടങ്ങാം. അപ്പോൾ പഠനം ആരംഭിക്കാൻ എന്തൊക്കെ ഇനി നമ്മൾ തയ്യാറെടുക്കണം? നമ്മൾ അതിനു മുമ്പ് ബി സെൽഫ് മോട്ടിവേറ്റഡ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ട് ഉറപ്പായിട്ടും കേട്ടിട്ട് കിട്ടുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്കുണ്ടായിരിക്കണം. ഇൻറ്റേർണൽ മോട്ടിവേഷൻ. എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം? അത് നമുക്ക് നേടിയെടുക്കാനുള്ള നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അത് പറ്റുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. കാരണം പലരെയും അലട്ടുന്നൊരു വിഷയം അവരുടെ ഏജ്, അല്ലേ? ഏജ് ഒരു കൺസേൺ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ലേ? 35 വയസ്സ് കഴിഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞു, 50-ന് താഴെയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവും. തീർച്ചയായും മനസ്സിലാക്കേണ്ടത്, റീസെൻ്റായി ഒരുപാട് വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 37-ാം വയസ്സിൽ നീറ്റ് എഴുതി ഡോക്ടറാവാൻ തയ്യാറെടുക്കുന്ന വീട്ടമ്മമാരെ, അതുപോലെ CA പരീക്ഷകൾ വിജയിച്ച, അതുപോലെ ഇന്ത്യയിലെ ഹൈലി കോമ്പറ്റീറ്റീവായ അല്ലെങ്കിൽ ഒരുപാട് ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകൾ വിജയിച്ച ഒരുപാട് ആളുകളെ നിങ്ങൾ അവരുടെ ജെൻഡർ ഒരു വിഷയമായിരിക്കും, അവരുടെ സോഷ്യൽ സിറ്റുവേഷൻ ഒരു വിഷയമായിരിക്കും, എന്നിട്ട് അതെല്ലാം മറികടന്ന് തരണം ചെയ്ത് അവർ ഈ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ നമുക്കും കഴിയും. അതല്ലേ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്? അപ്പോൾ നമുക്കുള്ളിൽ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉയരണം. പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഉറപ്പായിട്ടും നേടിയെടുക്കാം. ഇതിൻ്റെ വിജയ ശതമാനം 20-ൻ്റെയും 30-ൻ്റെയും ഇടയിൽ മാത്രമാണ്, അല്ലെങ്കിൽ 20-ന് താഴെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻസും ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. കേട്ടിട്ട് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല, വളരെ കുറഞ്ഞ വിജയ ശതമാനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കൂ, ആ കുറഞ്ഞ 20 അല്ലെങ്കിൽ വിജയ ശതമാനത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? നമ്മൾ ആ കിട്ടാത്ത മറ്റുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. കിട്ടുന്ന ആ ശതമാനം ആളുകൾ നിങ്ങളാണെങ്കിലോ? അപ്പോൾ അത് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അപ്രോപ്രിയേറ്റ് സ്റ്റഡി പ്ലാൻ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾക്കുണ്ടായിരിക്കണം. എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക? നമ്മുടെ പഠനം ഇന്ന് ആരംഭിക്കുന്നു, നമ്മൾ എക്സാം എഴുതുന്നത് വരെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം? ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ സിലബസ് എന്താണ് സിലബസ് നോക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ഏത് ലെവലിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ LP പഠിപ്പിക്കുന്നവരാണോ, UP ലെവലാണോ, അല്ലെങ്കിൽ ഹൈസ്കൂളാണോ, അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, ഇങ്ങനെ അല്ലേ ഓരോ ലെവലുള്ള ആളുകളെ. അപ്പം നിങ്ങൾക്ക് എഴുതേണ്ടത് ഹൈസ്കൂളാണെങ്കിൽ കാറ്റഗറി 3, അല്ലേ? കാറ്റഗറി 3 എഴുതണം. നിങ്ങൾ UPയിലാണ് പഠിപ്പിക്കുന്നതെങ്കിലോ നിങ്ങൾ കാറ്റഗറി 2 എഴുതണം. ഓക്കെ. ഇനി നിങ്ങൾ LPയിലാണെങ്കിൽ കാറ്റഗറി 1, അല്ലേ? ഈ ഒരു ലെവലിൽ പോവുക. ഇനി നിങ്ങൾ ഭാഷാധ്യാപകരാണെങ്കിലോ
നിങ്ങളുടെ ആ ഒരു ലെവലിലുള്ള എക്സാം കാറ്റഗറി 4 എഴുതണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാറ്റഗറിയിൽ നിങ്ങൾ ഏതാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ UPയിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? നിങ്ങൾ കാറ്റഗറി 2 ആണ് ഫോക്കസ് ചെയ്യുക. അതല്ലെങ്കിൽ LPയിലാണ് കാറ്റഗറി 1. ഇനി നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകളുണ്ട്. ആദ്യം നിങ്ങൾ കാറ്റഗറി 2 അതൊന്ന് നേടിയെടുക്കാൻ ശ്രമിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാറ്റഗറി 3 നേടിയെടുക്കാം. അങ്ങനെ ജനറലി ഇപ്പോൾ UPയിൽ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഏകദേശം ജനറൽ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ സൈക്കോളജി, പെഡഗോഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് അല്ലേ, നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം സിലബസിനെ കുറിച്ച് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സിലബസ് വായിച്ച് കാണാപാഠം പഠിച്ചാൽ ചിലപ്പോൾ നമുക്കത് കൃത്യമായിട്ട് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന, ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഫോളോ ചെയ്യണം. എന്നാൽ അവർ പറയുന്ന ആ രീതിയിലുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രയാസം, സിലബസ് മനസ്സിലാക്കുക എന്നുള്ള ഒരു പ്രയാസം നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു ഗൈഡൻസിലൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ ചോദ്യങ്ങളുടെ രീതി മനസ്സിലാക്കുക. എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്നത്, ആ രീതി മനസ്സിലാക്കി വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. കാരണം നിങ്ങളെ സിലബസ് നോക്കുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളത്? PYQs. അവിടെ നിന്നാണ് നമ്മൾ PYQസിൻ്റെ ഇമ്പോർട്ടൻറ്റ്. PYQs ഒരു കഴിഞ്ഞ 4-5 വർഷത്തെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യമായിട്ട് വരുന്ന ആ സൈക്കോളജിയുടെ ചോദ്യങ്ങൾ, നമ്മൾ എപ്പോഴും സൈക്കോളജി എടുക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ തന്നെ എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. പിന്നെ ആ മറ്റുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ സോഷ്യൽ എഴുതുന്നവരാണ്, ചിലപ്പോൾ സയൻസ് എഴുതുന്നവരാണ്, മാത്സ് എഴുതുന്നവരാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ആ പാറ്റേൺ, ആ ഏകദേശം ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദിക്കുക. അത് മനസ്സിലാക്കി വെച്ചാൽ എക്സാമിനൊരു കൃത്യമായിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ചില സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ടഫായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എക്സാം നടത്തുമ്പോൾ അതിൻ്റെ കാഠിന്യം അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് മൂന്നാമത് പറയാനുള്ളത്, ഇതിൻ്റെ കാഠിന്യം. സാധാരണ കേട്ടറ്റ് എക്സാം നിങ്ങൾ ഈ വിജയശതമാനം കുറയുന്നതെന്ന് പറയുമ്പോൾ ചില സമയത്ത് ചില ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ചില അപൂർവം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും നമ്മൾ നോക്കേണ്ടത് പൊതുവേ ചോദ്യങ്ങൾ എങ്ങനെയാണ്, വലിയ പ്രയാസം ഉണ്ടാവാറില്ല. എന്നാൽ നിങ്ങളുടെ എക്സാം അതിനേക്കാൾ എളുപ്പമുള്ളതായിരിക്കും. പക്ഷേ നമ്മൾ പഠിക്കാതിരിക്കരുത്, നമ്മൾ കൃത്യമായിട്ട് പഠനം നടത്തണം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ. ഞാൻ പറഞ്ഞു വാസ്റ്റായ സിലബസാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഏതൊക്കെ, അത് നമ്മൾ കണ്ടെത്തണം, ഫൈൻഡ് ചെയ്യണം. അത് മറ്റുള്ളവർ പറഞ്ഞു തരും, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും. പക്ഷേ നിങ്ങളിത് PYQs ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നണം, ഇത് എത്ര ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്, ഈ ഏരിയ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ടതാണല്ലോ, ഇത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും. ഇനി കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ആവർത്തിക്കണം, റിവിഷൻ ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മൾ കുറഞ്ഞ സമയം, നമ്മൾ ഒരുപാട് കാലം ഇടവേള അല്ലേ, ഒരുപാട് കാലം ഈ ഏരിയ ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തിന് ഈ സിലബസ് അനുസരിച്ച് ഫോളോ ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാൻ, നമ്മുടെ മറന്നു പോവാതെ ഓർമ്മയിൽ നിൽക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള റിവിഷൻ. അതിനാണ് എഡ്യൂബിറ്റ്സ് ലേണിംഗ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റുകൾ, PYQ ടെസ്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി നൽകിക്കൊണ്ട് നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളുടെ മറന്നു പോകുന്ന ഭാഗങ്ങൾ വീണ്ടും ഓർമ്മിക്കാനുള്ള അവസരം നമ്മൾ എഡ്യൂബിറ്റ്സ് ലേണിംഗ് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാനുള്ളത്, വൈ എഡ്യൂബിറ്റ്സ്, എന്തുകൊണ്ട് കേട്ടറ്റ് എക്സാമിന് നിങ്ങൾ എഡ്യൂബിറ്റ്സ് ലേണിംഗ് തിരഞ്ഞെടുക്കണം. ഇവിടെയാണ് നിങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ സ്പെഷ്യൽ ആപ്പിൽ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. വെറുതെ പറയുന്നതല്ല, നമ്മളത് എന്തെങ്കിലും ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾക്ക് പഠിക്കാൻ തരുന്നു, എന്നിട്ട് അത് അവിടുന്ന് പഠിച്ചോളാൻ പറയുന്നു. അല്ലെങ്കിൽ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ മാത്രം, കുറേ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രം ഉണ്ടാവും, മറ്റുള്ള ഗൈഡൻസ് ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പരാതി നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകളൊക്കെ
ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഡെയിലി ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ, ചെറിയ ചെറിയ ഓരോ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, നിങ്ങളെ ഒരു ഏരിയ പഠിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്ന് നിങ്ങളെ എത്രത്തോളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് 100% ഇതിൻ്റെ ഏരിയകളൊക്കെ കവർ ചെയ്തു പോകും. അതായത് എത്രത്തോളം നമുക്ക് ഓരോ ഏരിയകളും പ്രാധാന്യം കൊടുക്കണോ ആ ഏരിയകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകും. അതുപോലെ തന്നെ PDF നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ടുകൾ നമ്മൾ ലഭ്യമാക്കും. മാത്രമല്ല എപ്പോഴും ഏത് സമയവും നിങ്ങളുടെ എന്ത് സംശയങ്ങളും പരിഹരിക്കാനുള്ള നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പല മെറ്റീരിയൽസ് ഒരുമിച്ച് പഠിച്ചാൽ ചിലപ്പോൾ കേട്ടിട്ട് എക്സാം കിട്ടൂല, ഒരിക്കലും കിട്ടൂല. കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്തുള്ള വീഡിയോകളിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പുറമെ നമ്മൾ എന്തൊക്കെയാണ് ഇനി ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. തീർച്ചയായും അടുത്ത കേട്ടറ്റ് നിങ്ങൾക്ക് തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്